ഹായ് എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നല്ല ഒരു ഐഡിയ ആണ് നിങ്ങൾ നൽകിയത്. കാരണം ആ ഒരു ചാപ്റ്റർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പല ചാപ്റ്ററുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അടക്കം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അതിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അറിയുമോ? യെസ്, ഇക്വേഷൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസത്തിൻ്റെ ഇക്വേഷനാണ്. അതായത് x2 - x1 അല്ലേ, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപം. അപ്പോൾ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഏതാണ് ഇക്വേഷൻ വരിക? dn + f - d അല്ലേ, dn + f - d. ഇവിടെ d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, n എന്ന് പറയുന്നത് ആ നമ്പറാണ്, f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദമാണ്, d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടാവും. സോ ആ ടീച്ചറുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര. ഓക്കെ, 6, 10, 14 എക്സെട്ര എന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് നൽകിയിരിക്കുന്നു. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വേഗം നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ചോദ്യം എഴുതിയെടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം x2 - x1 അല്ലേ, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചാൽ മതി. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. ഇവിടെ ഏതാടാ സെക്കൻഡ് ടേം? 10 അല്ലേ. ഏതാ ഫസ്റ്റ് ടേം? 6 അല്ലേ. അപ്പം നമുക്ക് കുറയ്ക്കാമല്ലോ. 10 - 6 എത്ര വരും? 4 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാണ്? 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വാട്ട് ഈസ് ദ 10th ടേം? ഓക്കെ, പല കുട്ടികൾക്കും ഇങ്ങനത്തെ 10th ടേമോ 12th ടേമോ 13th ടേമോ ഒന്നും കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പോൾ അറിയാത്തവർ ഇപ്പോൾ ശ്രദ്ധിക്കുക. 10th ടേം എന്ന് പറഞ്ഞാൽ x10 എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, 10ാം പദം അല്ലെങ്കിൽ 10th ടേം എന്ന് പറഞ്ഞാൽ x10 ആണ്. അപ്പോൾ x10 കണ്ടുപിടിക്കാനായിട്ട് x1 അതായത് ആദ്യത്തെ ടേമിലൂടെ എന്ത് കൂട്ടണം? 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 10ാമത്തെ ടേം കിട്ടുക. ഓക്കെ, 10ാമത്തെ ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ടേമിലൂടെ 9 കോമൺ ഡിഫറൻസ് കൂട്ടണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 20ാം പദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ x20 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യത്തെ ടേമിൽ കൂടെ എത്ര കൂട്ടണം? 19 ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? x20 കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x13 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? x13 കണ്ടുപിടിക്കണമെങ്കിൽ x1ലൂടെ എന്ത് കൂട്ടണം? 12 കോമൺ ഡിഫറൻസ് കൂട്ടണം. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ എവരി വൺ. നമുക്കിപ്പോൾ x10 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ x1ലൂടെ എന്ത് കൂട്ടണം? 9 ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. x1 നിങ്ങൾക്കറിയാം ഇവിടെ എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ 6 + 9 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി വെച്ചേക്കണേ? യെസ്, ഈ 4 എന്ന് പറഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നിങ്ങൾക്കറിയാം 9 × 4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 9 × 4 36 ആണ്. അപ്പോൾ 36 + 6 എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? യെസ്, 42 എന്ന് വരും. ശരിയല്ലേ? യെസ്, ശരിയാണ്. 42 ആണ് ഇവിടെ എന്ത്? x10 അതായത് 10ാം പദം 42 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് ഫോം? ഇതിൻ്റെ ബീജഗണിത രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ബീജഗണിത രൂപം എഴുതണമെങ്കിൽ നിങ്ങളുടെ ആ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്ര എഴുതണമെങ്കിൽ, ഓക്കെ, ഓൾജിബ്ര അഥവാ ബീജഗണിത രൂപം എഴുതുന്ന രീതി ഇക്വേഷൻ ഇതാണ്: dn + f - d അല്ലെ, dn + f - d, dn + f - d. dn എന്ന് പറയുന്നത്, d എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4
ഈ എന്നിന് പകരം നമ്മൾ n എന്ന് തന്നെയാണ് എഴുതുക. ബിക്കോസ് ഓൾജിബ്ര എഴുതുന്ന സമയത്ത് വേരിയബിൾസ് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ടേം ആണ് അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേം എത്രയായിരുന്നു ഈ സീക്വൻസിൽ? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ ഈ സീക്വൻസിൽ എന്തായിരുന്നു ഫസ്റ്റ് ടേം? 6 ആയിരുന്നില്ലേടാ. റെഡി? അപ്പോൾ 6 മൈനസ്, ഓക്കെ, ഞാനിത് പതുക്കെ പറയുന്നത് പല കുട്ടികൾക്കും ഈ ചാപ്റ്റർ കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വളരെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 2x സ്പീഡിലൊക്കെ ഇട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ് വീണ്ടും 4 തന്നെയാണ് കേട്ടോ, 4. അപ്പോൾ നമുക്കിവിടെ ഓൾജിബ്ര എങ്ങനെയാണ് കിട്ടുക? എങ്ങനെ കിട്ടും? 4n പ്ലസ് 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ അതായത് 6 മൈനസ് 4 നിങ്ങൾക്കറിയാം 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? യെസ്, ഓൾജിബ്ര കൃത്യമായിട്ട് കിട്ടി. 4n പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെഡി? അപ്പോൾ ഈ 3 ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. ഇത് ചെയ്യാൻ പഠിക്കാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കാണും. ഇതൊരിക്കലും നിങ്ങൾ പ്രഡിക്ഷനും മറ്റൊന്നായിട്ട് കാണരുത്. എന്തായാലും പരീക്ഷയ്ക്ക് കോമൺ ഡിഫറൻസ് കാണാനും ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനും അതുപോലെ ഓൾജിബ്രായിക് ഫോമും കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ, അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വളരെ ചുരുക്കത്തിലേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പെട്ടെന്നൊന്ന് നോട്ട്ബുക്ക് എടുത്ത് വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. എന്താണ് ഇതിൽ പറയുന്നത്? കൺസിഡർ അരിത്തമെറ്റിക് സീക്വൻസ് 1, 6, 11 എക്സെട്ര. ഓക്കെ, 1, 6, 11 എന്ന അരിത്തമെറ്റിക് സീക്വൻസ് നൽകിയിരിക്കുന്നു. അതിൽ കോമൺ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് സ്പീഡ് കുറവുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡിലൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് 6ൽ നിന്ന് 5 കുറച്ചാൽ നിങ്ങൾക്ക് 6ൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടി. 5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി അടുത്തത് 20ാം പദം. ഞാൻ പറഞ്ഞു x20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ടേമിലൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 19 കോമൺ ഡിഫറൻസ്, അതായത് 19d കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് 20ാമത്തെ ടേം കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് x1 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1. 19 ഇൻറ്റു d എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ് അല്ലേ. ഓക്കെ, ഇതൊരിക്കലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതല്ല. ഞാനിത് ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണോ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ 19 ഇൻറ്റു 5 നമുക്ക് ചെയ്ത് നോക്കാം. 19 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 45, 5 4 9 വരും അല്ലേ. ഓക്കെ, അപ്പോൾ 95, 95 പ്ലസ് 1, 95 പ്ലസ് 1 നിങ്ങൾക്കറിയാം 96 ആണ് അല്ലേ. 96 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 20ാമത്തെ ടേം നമുക്ക് കിട്ടി 96. ഓക്കെ ആണല്ലോ? യെസ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ടൈപ്പ് ചോദ്യം കൃത്യമായിട്ട് ചെയ്യാൻ അറിയണം. ഇനി അതുപോലെ ഓൾജിബ്രായിക് ഫോം ഉണ്ട്. അപ്പോൾ സി ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്യുകയാണ്. ഓൾജിബ്രായിക് ഫോം നിങ്ങൾക്കറിയാം. dn പ്ലസ് f മൈനസ് d ആണ് ഇക്വേഷൻ അല്ലേ. d എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? d നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, 5n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 1 മൈനസ് d എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 5n പ്ലസ് 1 മൈനസ് 5. ഇവിടെ നിങ്ങൾ പലരും തെറ്റിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇവിടെ 5n, ഓക്കെ, 5n എന്ന് തന്നെ എഴുതി. പ്ലസ് ഇവിടെ 1 മൈനസ് 5 അതായത് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് കുറയ്ക്കണേ. 1ൽ നിന്ന് 5 കുറയ്ക്കണേ. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എടുക്കുക. എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏതാണ് വലുത്? 5. അതിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കൂ, 1. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ 4 ആണ്. ഇനി വലിയ നമ്പറിൻ്റെ ചിഹ്നം മൈനസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും -4 എന്ന് കിട്ടും. ഓക്കെ, -4. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് എഴുതണ്ടല്ലോ. പ്ലസ് നമുക്ക് ഇനി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. 5n മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഓൾജിബ്രായിക് ഫോം കിട്ടും. കിട്ടിയോ എല്ലാവർക്കും? യെസ്, ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കംപ്ലീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് എന്ത്? ഒരു ഫോം. റെഡി? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ മനസ്സിലായി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത വീഡിയോയിൽ കാണാം.